മിയാവ് 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 വന്നു മിയാവ് മിയാവ് ഇമ്മതം തീയരിക്കാൻ ജിഞ്ചർ കാറ്റ് വന്നിതാ അമ്മി പതിനിയും തുള്ളി കുതിച്ചുമേ ജിഞ്ചർ സാമ്രാജ്യം പണിഞ്ഞി വന്നു വിഷ വീരപ്പിച്ചും വാശി കടപ്പിച്ചും ഉഷിരോടെ വരവാണി വന്നു പെരുകും നേരം യാവുകൾ ജനമായിടും ഒരു സിംഹമായി തോന്നിയിടും നല്ല കരുത്തുള്ളാടയെ പോലും ജിഞ്ചുക്കൾ കിങ്കായി മാറിയിടും പ്രശ്നങ്ങൾ എന്തെല്ലാം വന്നാലും ജിഞ്ചു വന്നെത്തിടും കാമലിടും ഒരു നായകൻ പോലവേ വരുമെന്നും ധീരധീരനായി പോരാടുമേ. ജിഞ്ചു കാറ്റ്സിൽ ഇതുവരെ മാജിക് ടോങ് ടവറിൽ രാക്ഷസന്മാർക്കെതിരെ ട്രൂപ്പ് ഹോപ്പ് യുദ്ധം ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഞങ്ങൾ അവസാനം എത്തിയപ്പോ അവിടെ വഴി തീർന്നുപോയി. പക്ഷെ എന്റെ ബുദ്ധിയും ധൈര്യവും വെച്ച് അവസാനത്തെ കടമ്പയും കടന്നു. പക്ഷെ ഒരു വിടവ് കാരണം അവിടെ നിന്ന് ശബ്ദമൊന്നും വന്നില്ല. എന്റെ മുത്ത് പക്ഷെ എന്നെ രക്ഷിച്ചു. അങ്ങനെ വിടവും ശരിയായി. പെർപെച്വയിൽ വെളിച്ചം വന്നെങ്കിലും ഏതോ ഒരു കോണിൽ ഞാൻ അറിയാത്തൊരു ശത്രു ഉണർന്നു. ഇനി അവനെ നേരിടാനും എന്റെ ബുദ്ധി ഉപയോഗിക്കണമല്ലോ. ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഭാഗം 1. ക്ലാങ്ക്രട്ടോണിനെ കഷ്ടപ്പെട്ട് രക്ഷിച്ച എന്നെ ആർക്കെങ്കിലും ഒന്ന് എടുത്തോണ്ട് വെക്കൂടെ? രാത്രിയായിട്ട് എനിക്ക് ആ സ്ഥലം കണ്ടെത്താൻ പറ്റിയില്ല. ഇനി ലവ്മാരെന്നെ പറ്റിച്ചാണോ? ഇനിയിപ്പോ അവൻ എത്ര നേരം കൂടി ഉറങ്ങും? അവന് ക്ഷീണമുണ്ടാകും, വിശ്രമിച്ചോട്ടെ. ലിൽപായ് ക്ലാങ്കർടോണിനെ രക്ഷിച്ചു. ഇനി നമുക്കവനെ നമ്മുടെ കൂടെ കൂട്ടാമല്ലേ? അത് ശരിയാണ്. പക്ഷെ 12 ഗോത്രങ്ങളിൽ ഒന്നിലും പെടാത്ത ഒരു പൂച്ചയെ കൂടെ കൂട്ടുന്നത് ജിഞ്ചു കാറ്റ്സിന്റെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ഗ്രാനി, ഉണരൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലിൽപായെ ട്രൂപ്പ് ഹോപ്പിൽ ചേർക്കണോ? അവനെ കുറിച്ച് എന്താ അഭിപ്രായം? അവൻ വളരെ ധീരനാണ്. അവനെ നമുക്ക് കൂടെ കൂട്ടാം. എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിലും അംഗീകരിക്കാം. അവനിപ്പോഴും പുതിയ ആളല്ലേ, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേർക്കാനായിട്ടില്ല. അവനെ നമുക്ക് കൂടെ കൂട്ടാം. ഒരവസരം കൊടുക്കാം. അവരെന്നോട് നുണ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്ത് മാപ്പാണിത്? എന്തൊക്കെയാണ് ഇതിൽ കുത്തിക്കുറിച്ചിരിക്കുന്നത്? ഇവിടെ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ലേ? ഈ മാപ്പ് ഉപയോഗിച്ച് നിനക്ക് ട്രൂപ്പ് ഹോപ്പിന്റെ സ്ഥലം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ലിൽപായ്. ഞാനും അങ്ങനെ ചെയ്ത്. എന്റെ വഴി തെറ്റിക്കാനാണ് അവർ ഈ മാപ്പ് എനിക്ക് തന്നത്. കൂടാതെ നമുക്ക് തയ്യാറെടുക്കാനും കുറച്ച് സമയം വേണ്ടിവരും. ഇപ്പഴെല്ലാം മനസ്സിലായേ. ഞാൻ അവിടെ ലേറ്റായി എത്താൻ വേണ്ടിട്ട് അവരെനിക്ക് മാപ്പ് തന്നെ. എന്നെ സ്വീകരിക്കാൻ വേണ്ടിട്ട് അവരെല്ലാവരും നിൽക്കുന്നുണ്ടാവും. എന്റെ പൊന്നെ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാം. അങ്ങനെ ഞാൻ ട്രൂപ്പ് ഹോപ്പ് കണ്ടെത്തി. ഞാനിപ്പോ ഒരു വീരനാണ്. ശാന്തനാകൂ. സോറി, കുറച്ച് ലേറ്റായി. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവരെല്ലാം എവിടെ പോയി കിടക്കുക? എനിക്ക് സർപ്രൈസ് തരാനായിരിക്കും. മനസ്സിലായി. ആരുടെ അവിടെ?
ഇതെന്താ സാധനം? സാർ, ഇങ്ങനെയൊന്നും പേടിപ്പിക്കല്ലേ. എന്റെ ബോധം ഇപ്പൊ പോയേനെ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല. എന്താ എണീറ്റ് നടക്കുന്നത്? ഇതുവരെ ഉറങ്ങിയില്ലേ? ഇതിനെല്ലാം കാരണം ഈ നശിച്ച മാപ്പാണ്. എവരോട് വേണമെങ്കിൽ ഒന്ന് നന്ദി പറഞ്ഞേക്കാം. മാപ്പിന് എന്തായിരുന്നു പ്രശ്നം? മാപ്പിന് ഒരു പ്രശ്നമില്ല. നിങ്ങളൊന്ന് തയ്യാറെടുക്കാൻ വേണ്ടി ഞാൻ ലേറ്റ് ആയി വന്നതാ. തയ്യാറെടുപ്പോ? എന്തിന്? ശരി, മാസ്റ്റർ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. വാവ്, എനിക്കിത് നേരത്തെ അറിയായിരുന്നു. കരിമീൻ പൊള്ളിച്ചതും സദ്യയൊക്കെ ഉണ്ടല്ലേ? എന്ത് സദ്യ? ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ. വരൂ, ഗ്രാനി നിന്നെ കാത്തിരിക്കുകയാണ്. ഒരു നിമിഷം, ഞാനിപ്പോ ഒരു ആ ബൗൾ എവിടെയാ പോയേ? വേഗം വാ. ക്ഷമിക്കൂ ഗ്രാനി, ഞാൻ ഓ, വൈകിപ്പോയി. അതൊന്നും സാരമില്ല. ഞാൻ വീടൊക്കെ വൃത്തിയാക്കായിരുന്നു. അവസാനം നമ്മൾ എത്തി. നീ ഇവിടെയാണ് താമസിക്കേണ്ടത്. നല്ല ഭംഗിയില്ലേ ഇത്? ഇതിലെവിടെയാ ഭംഗി? ഗ്രാനി, ഞാൻ എങ്ങനെ ഈ കുടിസുമുറിയിൽ താമസിക്കുക? നിരാശ വേണ്ട, ഒരു പൂച്ചയ്ക്ക് ആത്മവിശ്വാസം വേണം. അപ്പൊ എന്റെ സ്വീകരണമൊക്കെ എവിടെ? വീണ്ടും ശശിയായി. വേഗം കിടന്ന് ഉറങ്ങിക്കോ, നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടേ? ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനില്ലെന്ന് ഉറപ്പാണോ? എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ എനിക്ക് എല്ലാ സൗകര്യവും ഉണ്ടാവും. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ വിഷമിക്കാതെ. നന്നായി ശ്രദ്ധിക്കണേ, വേഗം തിരിച്ചു വരണേ, കഠിനമായി പ്രയത്നിക്കണേ. അത് ശരിയാ. ഞാനിവിടെ തമാശ കളിക്കാൻ വന്നതല്ല. നിങ്ങൾ വിഷമിക്കണ്ട. കാര്യങ്ങൾ എത്ര തന്നെ കാഠിന്യമേറിയതാണെങ്കിലും ഞാൻ ഏറ്റവും നന്നായി അതല്ല 5 ഡയലോഗ് അടിച്ചോണ്ടിരിക്കുമ്പോഴേ ഒരു വിശപ്പ്. ഇനി വിശന്നിട്ട് എങ്ങനെ എന്റെ വയറ്റിന്ന് പറഞ്ഞ ശബ്ദമാണോ? താങ്ക് യു. എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. സൂര്യോദയം കാണാൻ എന്ത് രസമാണല്ലേ? അതെ, തുണികളെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. സൂര്യൻ എനിക്ക് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി തരുന്നു. എന്തിനാണ് നീ മേക്കപ്പ് ഇട്ടത്? ലുക്കിലൊന്നും കാര്യമില്ല. ഞാൻ കൃതാർത്ഥനായി. നീ എന്നെ പോലെ ആകാൻ ശ്രമിക്കുകയാണോ? ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. കിടക്കയ്ക്ക് കുറച്ച് കട്ടി കൂടുതലായിരുന്നു. ഉറങ്ങാനും പറ്റിയില്ല. അപ്പോൾ നീ റെഡിയല്ലെന്നാണോ പറയുന്നത്? അതല്ല, ഞാൻ എപ്പോഴേ റെഡിയാണ്. നിങ്ങൾ വൈകാണ്ടിരുന്നാ മതി. ശരി, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞു തരാം. വരൂ. അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാ? ഞങ്ങള് കഴിച്ചല്ലോ. അപ്പൊ ഞാൻ വിറക് വെട്ടുകയും അരിയിലെ കല്ല് നോക്കുകയും എണ്ണ ഒഴിക്കുകയും ഉപ്പ് പൊടിക്കുകയും സോസ് എല്ലാം അടുക്കി വെക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും ഒക്കെ വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതൊക്കെ പാചകക്കാരന്റെ ജോലിയല്ലേ?
ശരി, കുഴപ്പമില്ല. നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ സ്ഥലം വിട്ടോ. അനാവശ്യം മാത്രം പറയരുത്. എന്നാൽ ഞങ്ങൾ കാത്തിരുന്ന് കാണാം. ആ, നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് അറിയാം. ഞാൻ ഹീറോ ആകാൻ പാടില്ല, അല്ലയോ? അതുകൊണ്ടല്ലേ ഗ്രാനിയോട് പറഞ്ഞ് എന്നെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നേ. ഇതാണ് അടിസ്ഥാന പരിശീലനം. ഞങ്ങളും ഈ ജോലികളെല്ലാം ചെയ്തിട്ടുണ്ട് ലിൽപായ്. ആ, ശരി ശരി, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ ഇവിടെ തെളികളൊക്കെ സൂക്ഷിക്കണം, അവ നമ്മുടെ ഫുഡ് മോഷ്ടിക്കും. അതൊക്കെ ഞാൻ ഏറ്റു. ഹീറോയാവാൻ വന്ന് ഞാനിപ്പോ സീറോ ആയി ജോലികളൊക്കെ ചെയ്യാണല്ലോ. ഇതൊരുമാതിരി വൃത്തികെട്ട പരിപാടിയായി പോയി. അതോടെ പോയി. എനിക്ക് ബോറടിക്കുന്നു. കറങ്ങട്ടങ്ങനെ തിരിയട്ടെ, തിരിയട്ടങ്ങനെ കറങ്ങട്ടെ, കറങ്ങട്ടെ തിരിയട്ടെ. ജിങ്ജു കാറ്റ്സിൽ ഇനി വരുന്നു. എന്ത് കഷ്ടമാണ്, ഞാൻ ഇവിടെ കുങ്ഫു പഠിക്കാനല്ലേ വന്നത്, അല്ലേ? എന്ത് പറ്റി നിനക്ക്? നമ്മുടെ പരിശീലനം ഒന്നും ഇഷ്ടപ്പെടുന്നില്ലേ? നമുക്ക് എനിക്കിഷ്ടമാണ്. അതല്ലേ, ഈ അടുക്കള ജോലിയൊക്കെ പഠിച്ചാൽ ഞാൻ എങ്ങനെ ഒരു ജിങ്ജു കാറ്റായി മാറും? അതുകൊണ്ടല്ലേ. കഥ തുടരും. ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഭാഗം 2. ജിങ്ജു കാറ്റ്സ്